ഇപ്പോൾ ഒരു പെണ്ണ് റിജക്ട് ചെയ്തെന്ന് പറഞ്ഞ് ലോകം അവസാനിക്കാൻ പോകുന്നില്ല. ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. വുമൺ വിൽ കം ആൻഡ് ഗോ ബട്ട് മണി മാറ്റേഴ്സ്. നിങ്ങളുടെ സപ്പോർട്ടീവായിട്ട് എല്ലാ സിറ്റുവേഷനും ഒരാൾ നിൽക്കുന്നുണ്ട്. ഷീ ഈസ് ദ റൈറ്റ് പേഴ്സൺ. അതല്ലാത്ത നിങ്ങളെ താഴോട്ട് വലിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും താഴോട്ട് വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒഴിവാക്കും. പിന്നെ നമ്മൾ എഫേർട്ട് ഇടാണ്ട് വർക്ക് ചെയ്യാണ്ട് കിട്ടും എന്ന് വിചാരിച്ചൊന്നും കിട്ടത്തില്ല. മാർക്കറ്റിലോട്ട് ഇറങ്ങണം, ബിൽഡ് ചെയ്യുക, നമ്മൾ ബിൽഡ് ചെയ്യുക, മാർക്കറ്റിലോട്ട് ഇറങ്ങുക, കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഡേറ്റിംഗ് അല്ലെങ്കിൽ ഈ ഡേറ്റിംഗ് ആപ്സ് ത്രൂ ഉള്ള ഒരു ഡേറ്റിങ്ങും റിയൽ ലൈഫ് ഡേറ്റിംഗ് രണ്ടും രണ്ടാ. എത്ര പ്രശ്നം ഉണ്ടായാലും ജിമ്മിൽ പോയി മറ്റേ വെയിറ്റ് എടുത്ത് അത് ജിമ്മിൽ തീർക്കുക, ഹെൽത്തി ആയിട്ട് തീർക്കുക. അതിന് പകരം പോയിട്ട് ഇപ്പം 2 അടിച്ചുകൊണ്ടിരുന്നിട്ടോ അല്ലെങ്കിൽ ജോയിന്റ് വലിച്ചിട്ടോ കാര്യമില്ല. മീനറോ പ്രിൻസിപ്പാളോ എന്തോ വരുന്ന ഓൾട്ടയിലാണ്, ടീച്ചർ വരുന്ന BMW-ലാണ്. ഞാനുള്ളപ്പോൾ ഞാനാണ് അമ്മയെ കൊണ്ടുവിടാറ്. I'm Sugun SP, CEO by degree. We are into digital businesses and we are running an online digital businesses education platform. അവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കോഡിംഗ്, ഫിറ്റ്നസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആൻഡ് വി ടീച്ച് പീപ്പിൾ അല്ലെ സ്റ്റുഡൻസ് ഓൺ ഹൗ ടു മേക്ക് മണി. പുതിയതായിട്ട് ബിസിനസ്സിലോട്ട് വരുന്ന നമ്മുടെ യങ്സ്റ്റേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? പുതിയതായിട്ട് ബിസിനസ്സിലോട്ട് വരുന്നത്, കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ 10th പഠിക്കുമ്പോഴും 12th പഠിക്കുമ്പോഴും ബിസിനസ്സിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ചിന്തിച്ചിട്ടില്ലല്ലോ. ഞാൻ ചിന്തിച്ചിട്ടില്ല. ആകെ എനിക്ക് മറ്റേ ജിമ്മിൽ പോകണം, മുട്ട തിന്നണം, മുട്ടയ്ക്കുള്ള കാശ് വേണമെന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അതായിരുന്നു അന്നത്തെ നെസസിറ്റി. മുട്ട, പ്രോട്ടീൻ പൗഡർ, അതിന് വേണ്ടിയിട്ടുള്ള കാശ് ഉണ്ടാക്കണം. അപ്പോഴും ഈ പറഞ്ഞ പോലെ ബിസിനസ് എന്നുള്ളൊരു സാധനം ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ സ്റ്റുഡൻസ് 14 വയസ്സ്, നമുക്കിപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് വരെ ഉണ്ട്. അപ്പം അത് ഭയങ്കര ലൈക്ക് ഈ യൂട്യൂബിൻ്റെ ആവാം, കുറേ കോണ്ടൻറ്റ്സ് വരുന്നുണ്ടാകും, കുറേ ഓണ്ടർപ്രണേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈലും പരിപാടികളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം അവർക്കുള്ള ഒരു ഡൗട്ടുമാണ്. കാരണം ഈ സ്കൂൾ കഴിഞ്ഞിട്ട്, കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു കൺവെൻഷണൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ സ്കൂൾ കഴിയുമ്പോൾ കോളേജ്, കോളേജ് കഴിയുമ്പോൾ ജോലി. അപ്പം അവർക്ക് അതിന് ഇൻട്രസ്റ്റ് ഇല്ല. അവർക്ക് പൈസ ഉണ്ടാക്കണം, ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ട്. അപ്പം ഇതിൽ 2 സെനാറിയോ ആണുള്ളത്. ഒന്ന്, ഈ ലൈഫ് സ്റ്റൈലും ഇതിൻ്റെ ഒരു പോർഷ് അല്ലെങ്കിൽ ലക്ഷറി കണ്ടിട്ട് മാത്രം ഇതിലോട്ട് വരുന്ന ആൾക്കാരുണ്ട്. ബിസിനസ് ചെയ്യണം, ഓണ്ടർപ്രണർഷിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ട്രേഡിങ് ചെയ്യണം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പാഷനേറ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിത സാഹചര്യം അതാണ്, അവർക്ക് പൈസ ഇല്ലാതെ അവർ വളർന്നു, അവരത് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ആവണമെന്നുള്ള ആഗ്രഹത്തിൽ വരുന്നവരുണ്ട്. അപ്പം ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ കഷ്ടപ്പാടാണ്. ഈ പറയുന്ന പോലെ ഓണ്ടർപ്രണർഷിപ്പ് ആണെങ്കിലും ട്രേഡിംഗ് ആണെങ്കിലും എന്ത് ബിസിനസ് ആണെങ്കിലും അതിൻ്റെ ആയിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. അപ്പം ഈ പറഞ്ഞ ലക്ഷറി മാത്രം കണ്ടിട്ട് വരരുത്. അവർ ഈ കൂടുതലും അവർക്ക് ആ ഒരു സാധനം ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് നാൾ സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും അതിൻ്റെ ഒരു എഡ്ജ് കാണണം, അല്ലെങ്കിൽ അവർക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിലേ ബിസിനസ്സിലോട്ട് വന്നിട്ട് കാര്യമുള്ളൂ. അല്ലാതെ വേറൊരു വിധം കാശ് ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഇവർ വന്നിട്ട് ഇവർ ഡിഗ്രിയും കളയും, വീട്ടുകാരുമായിട്ട് വടി ഉണ്ടാക്കും, അവസാനം അതുമില്ല ഇതുമില്ല, കുറേ കാശും പോവും, സമയവും പോവും. അങ്ങനെ ഒരു സൈഡുണ്ട്. അതല്ലാത്ത ആൾക്കാരാണെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക. ആദ്യം പഠിക്കാൻ ശ്രമിക്കുക. അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ഉണ്ട്, ആ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയെ പറ്റി പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവർക്കൊരു എന്തെങ്കിലും ഒരു സ്കില്ല് അവർ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറയും. കാരണം ബിസിനസ്സിന് വേണ്ട ഒരുപാട് സ്കിൽസ് ഉണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു ഇപ്പം 2024 എന്താണ് ബിസിനസ്സിന് വേണ്ടത്? ഇപ്പം ഒരു കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു സാധനം അറിയാമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. കാരണം ഇഫ് യു ക്യാൻ ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, അത് അടിപൊളിയായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സ്കില്ല്, കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള സ്കില്ല്, അത് പഠിക്കാൻ ശ്രമിക്കാം. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സ്കില്ല് പഠിക്കാൻ ശ്രമിക്കാം. സെയിൽസ്, ഏതൊരു ബിസിനസ്സിൽ ഇറങ്ങുന്നവരും ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെയിൽസ് എന്നുള്ളൊരു സംഭവം. ഒരു സാധനം എങ്ങനെ വിൽക്കാം. കാരണം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മുടെ ആദ്യത്തെ കൺസേൺ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷനോ പേപ്പർ വർക്കുകളോ ഓഫീസുകളോ കറങ്ങുന്ന ചെയറോ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതായിരിക്കരുത്. എങ്ങനെ അതിലോട്ട് റവന്യൂ കൊണ്ടുവരാം, അതിന് എനിക്ക് എങ്ങനെ ഞാനൊരു ക്ലയൻറ്റിനോട് സംസാരിക്കണം. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇതൊക്കെ യൂട്യൂബ് നോക്കിയാൽ പഠിക്കാൻ പറ്റും. ഹൗ ടു കൺവിൻസ് എ ക്ലയൻറ്റ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒബ്ജെക്ഷൻസ് എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് ക്ലയൻസ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കണം ഓരോ ഒബ്ജെക്ഷൻസ് നിങ്ങൾ സെയിൽസ് പരമായിട്ട് പറയേണ്ട മറുപടികൾ, അല്ലെങ്കിൽ എന്തൊക്കെ ടേംസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനെ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം. ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിൽസ് ജനറേറ്റ് ചെയ്തെങ്കിലേ കമ്പനിയിലുള്ള റവന്യൂ വരത്തുള്ളൂ, നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു സാധനങ്ങളാണ് ആദ്യം അവർ പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണം ഈ ബിസിനസ്സിലോട്ട് കാശിറക്കാൻ. കാരണം മറ്റേ നമ്മൾ ഒരു സംഭവത്തിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൽ എത്ര കാശ് മുടക്കണം കാര്യമില്ല, കാശിട്ട് പോകത്തേ ഉള്ളൂ. അപ്പം വിത്തൗട്ട് മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൾക്കാർ ഒരു ഈ പറഞ്ഞ സെയിൽസ് എന്ന് പറഞ്ഞൊരു സ്കില്ല് പഠിക്കുക, അല്ലെങ്കിൽ ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞ സ്കില്ല് പഠിക്കുക. അത് വെച്ചിട്ട് ക്ലയൻസിനെ കണ്ടെത്താൻ ശ്രമിക്കുക. ഈ കണ്ടന്റ് ക്രിയേഷനിൽ ഇപ്പോൾ ഒരു ക്ലയൻറ്റോ അല്ലെങ്കിൽ എൻക്വയറീസോ വരുന്നുണ്ടെങ്കിൽ ഈ വരുന്ന ക്ലയൻസിനെ അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റണം, ക്ലോസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പം അതിന് അവർക്ക് സെയിൽസ് എന്ന് പറഞ്ഞ സ്കില്ല് വേണം. അപ്പോൾ ഇത് ആദ്യം പഠിക്കുക, ഇതിൽ ഫോക്കസ് ചെയ്യുക. സെയിൽസ് കഴിഞ്ഞു, ക്ലയൻറ്റ് ഓൺ ബോർഡായി. അപ്പം ഇവർ എന്ത് സർവീസാണോ വയ്ക്കുന്നത്, ഇപ്പോൾ ഒരു
വെബ് ഡെവലപ്മെൻറ്റ് അറിയുന്ന ആളായിരിക്കാം, ചിലപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ ഡിസൈനർ ആയിരിക്കാം. ഒരു പോസ്റ്റിന് വേണമെങ്കിൽ 500 വെച്ച് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ 500 1000 വെച്ച് ചാർജ് ചെയ്യാം. അപ്പം ഇത് ഏതാണെങ്കിലും ഈ സ്കില്ല് അവർ ആദ്യം പഠിക്കുക, അത് കഴിഞ്ഞിട്ട് സെയിൽസ് എന്ന് പറഞ്ഞൊരു സ്കില്ല് പഠിക്കുക, എന്നിട്ട് ഒരു സർവീസ് ഇൻഡസ്ട്രിയിൽ തുടങ്ങാൻ ശ്രമിക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. കാരണം പ്രൊഡക്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്, സർവീസ് സൈഡിൽ അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. ബിസിനസ്സിൻ്റെ ഫണ്ടമെൻറ്റൽസ് അവർക്ക് പഠിക്കാൻ പറ്റും. സെയിൽസ് എന്താണ്, മാർക്കറ്റിംഗ് എന്താണ്, ഓപ്പറേഷൻസ് എന്താണ്, സർവീസ് എന്താണ്, ഈ കാര്യങ്ങൾ അവർക്ക് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു ബിസിനസ്സിലോട്ട് അവർക്ക് കയറാം. കാരണം അപ്പോൾ അവരുടെ ഡെയിലി സർവീസ് ചെയ്തുള്ള പൈസകളും കാണും. ചിലർ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരാൾ ജോലിക്ക് പോകാൻ 95 ചെയ്യുക, ഇത്ര 3-4 വർഷം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഒരു ഫണ്ട് ഉണ്ടാവും, അത് വെച്ചിട്ട് ബിസിനസ് ചെയ്യാം. ഞാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. ഒരു സ്കില്ല് ഐഡൻറ്റിഫൈ ചെയ്യുക. ഡിസൈൻ എന്ന് പറഞ്ഞൊരു സ്കില്ല് പഠിക്കുന്ന വലിയ കാര്യമുള്ളതല്ല. വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ വളരെ സിമ്പിളാണ്, കാശിലും ഇല്ല. പിന്നെ അതല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ്, പെയ്ഡ് ആഡ്സ് എങ്ങനെ കൊടുക്കണം, ലീഡ് ജനറേഷൻ എങ്ങനെയാണ്, ഇതൊക്കെ പഠിക്കാൻ ഒരു ലെസ് ദാൻ എ വീക്ക് എടുക്കുന്ന കാര്യമാണ്. ഈ ലെസ് ദാൻ എ വീക്ക് എടുത്ത് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പിന്നെ എക്സ്പീരിയൻസാണ്. ഓരോ ക്ലയൻറ്റിന് ട്രയൽ ആൻഡ് എറേഴ്സ് ഉണ്ടാവും, തെറ്റുകൾ വരും. പക്ഷേ ഇതിൽ നിന്നെല്ലാം അവർ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിനുള്ള സോഴ്സും ഒരു ഫണ്ടിങ്ങും വരും. ഒരു ജോലിക്ക് പോകണ്ട, വീട്ടിലിരുന്ന് ഫ്രീലാൻസ് ചെയ്ത് കാശുണ്ടാക്കാം. ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിപൊളി പരിപാടിയാണ് പിള്ളേരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഫ്രീലാൻസിങ് തന്നെ ഇവർ ഓപ്പറേഷൻ സൈഡ് പഠിക്കും, എങ്ങനെയായിരിക്കണം. പിന്നെ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരെ ബിസിനസ് വരുമ്പോഴത്തേക്കും ടീം ഹാൻഡ്ലിങ് അല്ലെങ്കിൽ ഹാൻഡ്ലിങ് പീപ്പിൾ, അത് വലിയൊരു ടാസ്ക്കാണ്. നമുക്ക് പണിയെടുക്കാം, പണിയെടുപ്പിക്കാൻ ഇച്ചിരി പാടാണ്. മടിയന്മാരൊക്കെ ആണെങ്കിൽ 2 സെല്ലിടുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും. ഐ തിങ്ക് അത് നല്ലൊരു കാര്യമല്ലേ. ഇതായിരിക്കും ബിഗിനേഴ്സിനോട് ഞാൻ പറയുന്ന ആദ്യത്തെ കാര്യം. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, വീട്ടുകാരുടെ സപ്പോർട്ടില്ല, അല്ലെങ്കിൽ വീട്ടുകാർ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അങ്ങോട്ട് ഇറങ്ങാൻ വിടണില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തായിരുന്നു സിറ്റുവേഷൻ ട്രേഡിങ്ങിലോട്ട് ഇറങ്ങിയപ്പോൾ? വീട്ടിലറിയില്ലല്ലോ ട്രേഡിങ് ആണെന്നോ? എന്താ ചെയ്യണമെന്ന് അറിയാം. ഇപ്പോഴും ഞാൻ എന്താ ചെയ്യണമെന്ന് അവർക്ക് വലിയൊരു ധാരണയില്ല. അത് ശരി. ഇല്ല, ഇങ്ങനെ എന്തൊക്കെ വീട്ടിലിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, കുറച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ ഒന്നും ഇല്ലാത്ത സമയത്ത് സ്ട്രഗിൾ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ സ്റ്റിൽ ഞാൻ എന്താ ഫുള്ളായിട്ട് എന്താണ് ചെയ്യണേ എന്നുള്ളൊരു ഐഡിയ അവർക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അമ്മ മറ്റേ സ്പാർക്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത് മൈ ഡിഗ്രി എന്താണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്ന്. എന്നിട്ട് എല്ലാ വീഡിയോയും ഷെയർ ചെയ്യുന്ന അമ്മ ആ വീഡിയോ പോലും ഷെയർ ചെയ്തില്ല. നീ എന്തിനാ ഇങ്ങനെ ഡിഗ്രി ഇല്ല സപ്ലി ഉണ്ടെന്നൊക്കെ പബ്ലിക്കായിട്ട് പറയുന്നത്, എന്നെ നാണം കെടുത്തു എന്നൊക്കെ ചോദിച്ച ആ ഒരു സംഭവം. അപ്പം ഇതിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ചിലർക്ക് ഈ പറയുന്ന പോലെ പേരൻസ് പറയുന്നതിനെതിരെ ചെയ്താൽ അവർക്ക് വിഷമമാവും, അല്ലെങ്കിൽ അവർക്ക് അവർ പറയുന്നതിനെതിരെ പോയി ഒരു പ്രശ്നം വരുകയോ തോറ്റു പോവുകയോ ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ ഒരു പേടി കാരണം റിസ്ക് എടുക്കാതിരിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടത്തിന് അവരിലുള്ള ഒരു കോൺഫിഡൻസ് ആയിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ബിടെക്കിൽ ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തവരെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇതെനിക്കറിയാം. പിന്നെ ഞാൻ ബോഡി ബിൽഡിങ്ങിൻ്റെ പുറകെ പോയി. ബോഡി ബിൽഡിങ്ങിൻ്റെ അറിയാമല്ലോ. അപ്പോൾ മറ്റേ നമ്മൾ കാശ് മുടക്കിക്കൊണ്ടിരിക്കണം തിന്നാൻ, വേറെ ഒന്നിനുമല്ല. ചിക്കൻ, മുട്ട. ഇപ്പം ശരിക്കും ഒരു ബോഡി ബിൽഡറുടെ ഒരു കോമ്പറ്റീഷൻ ചെയ്യുന്ന ഒരു ബോഡി ബിൽഡറിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് ഒരു മിസ്റ്റർ കേരളയോ മിസ്റ്റർ ആലപ്പിയോ ചെയ്യുന്ന ഒരു ബോഡി ബിൽഡറുടെ ഒരു ചിലവെന്ന് പറഞ്ഞാൽ 3 to 7 lakhs 8 lakhs ഈ ഒരു ലെവൽ വരെ വരും. ഒരു മെയിൻ ഷോ ചെയ്യുന്ന ഒരു മിസ്റ്റർ കേരള ചെയ്യുന്ന ഒരാളാണെങ്കിൽ 8 lakhs പ്ലസ് കൺഫേം ആയിട്ട് പോകും. കാരണം ഈ പറഞ്ഞ പോലെ സപ്ലിമെൻറ്റേഷൻ, ന്യൂട്രീഷൻ, സ്റ്റെറോയിഡ്സ്, സൈക്കിൾസ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട്. ബട്ട് സ്റ്റിൽ അതിനകത്തൊരു മോണിറ്ററി ബെനിഫിറ്റ് ഇല്ല, മോണിറ്ററി ബെനിഫിറ്റ് ഇല്ല. കാരണം ഈ പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, വീടും സ്ഥലവും പണയം വെച്ച് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നവരറിയാം. കാരണം എല്ലാവർക്കും സ്പോൺസർഷിപ്പ് ഒന്നുമില്ല. അത് കാരണം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ആരെങ്കിലും ആയാലേ അവർക്ക് എന്തെങ്കിലും സ്പോൺസർഷിപ്പ് കിട്ടുള്ളൂ. അപ്പം ഈ കിട്ടുന്ന എല്ലാം ഇവർക്ക് തിന്നാൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ പുറകെ കുറേ നാൾ നടന്നു. ബിടെക് കഴിഞ്ഞ് ഞാൻ കോമ്പറ്റീഷൻ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞ വീട്ടിൽ നിന്ന് കാശ് മുക്കി ചെയ്തിട്ടുണ്ട്. മറ്റേ സപ്ലി അടിച്ചിട്ട് ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 1000 രൂപ 500 രൂപ കയറ്റി വെക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാനൊരു ജിമ്മിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ട്രെയിനറായിട്ട്. അത് ഞാൻ മിസ്റ്റർ കേരള ചെയ്യുന്ന വർഷമാണ്. എന്നുവെച്ചാൽ ഞാൻ 0 കാർബൊക്കെ ഇട്ടുകൊണ്ട് ജോലി ചെയ്യുക. രാവിലെ ഒരു 4 മണി 5 മണി ആകുമ്പോൾ എഴുന്നേക്കും. എന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ ഉണ്ടാക്കണം, ഫ്രഷ് ആവണം. 6 മണിയാകുമ്പം വേറൊരു സ്ഥലത്ത് പോകണം, അവിടെ ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് ഒരു 10 മണി 11 മണി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് തിരിച്ച് വരണം. തിരിച്ച് 11 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത മീല് കുക്ക് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് മീല് കഴിക്കണം. പിന്നെ വാഷ് ചെയ്യാനുണ്ടെങ്കിൽ വാഷ് ചെയ്യണം. അല്ലെങ്കിൽ ജോലികളുണ്ടല്ലോ നമ്മുടെ, കാരണം ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞ് പിന്നെയും 3 മണിയാകുമ്പോൾ ഇറങ്ങണം. കാരണം ബാംഗ്ലൂരാണ്, 1 hour ട്രാഫിക് ഉണ്ട്. 1 മണിക്കൂർ ബൈക്ക് ഓടിച്ച് പോകണം. ബൈക്കൊക്കെ കമ്പനിയാണ്, കുഴപ്പമില്ല. അപ്പം അങ്ങനെ പോയി ഇവിടെ വേണം പിന്നെ 4 മണി തൊട്ട് പിന്നെയും രാത്രി വരെ അടുത്ത ഷിഫ്റ്റാണ്. അപ്പോൾ ഇതും കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ 10 മണി 11 മണി ആകുമ്പോഴായിരിക്കും. പക്ഷേ ബോഡി ബിൽഡിങ് ശരിക്കും വേണ്ട റെസ്റ്റാണ്.
എനിക്ക് റെസ്റ്റ് ഇല്ല, ഉറക്കമില്ല, ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. സീറോ കാർബൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു നമ്മൾ. അപ്പം ക്ലയൻസ് വരെ പറയും വേണമെങ്കിൽ റെസ്റ്റ് എടുത്തു എന്ന് പറയും. അപ്പം കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ടൈറ്റിലിന് വേണ്ടി ഏത് ടൈറ്റിൽ അടിക്കാൻ പറ്റിയില്ല, റണ്ണർ ഇതിലാണ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ നോക്കിയപ്പം 12,000 രൂപയായിരുന്നു എനിക്ക് സാലറി. PT കിട്ടിയാൽ കിട്ടി. അപ്പം ഞാനൊരു IT കമ്പനി ഉണ്ട്, അൽസ്റ്റോം എന്നറിയോ? അൽസ്റ്റോമിൽ ആണ് ഞാൻ അവിടുത്തെ ക്ലയൻസിനെ ട്രെയിൻ ചെയ്ത്. അപ്പം ജിമ്മിലാണെങ്കിൽ നമുക്ക് PT എടുക്കാനെങ്കിലും പറ്റുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഒരു കാര്യമില്ല, വെറുതെ സമയം കളയുക. അപ്പം അങ്ങനെ ട്രേഡിങ്ങിലോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു സമയത്താണെങ്കിലും ആ ഷോ ഞാൻ ചെയ്തത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടാണ്. എന്നുവെച്ചാൽ ആരപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് കേരളയ്ക്ക് വീട്ടുകാർ സപ്പോർട്ട് ചെയ്യത്തില്ല, നടക്കത്തില്ല പരിപാടി എന്നുള്ള ഒരു ലെവലിലെത്തി. മുട്ട തിന്നുമ്പം അച്ഛൻ തെറി പറയാൻ തുടങ്ങി. ആ ഒരു ലെവലിലെത്തി ഞാൻ ഇറങ്ങിപ്പോയത്, ലിറ്ററലി പറഞ്ഞ് ഇറങ്ങിപ്പോയാണ് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ റിബലായിട്ടാണ് നിന്നിട്ടുള്ളത്. വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. വീട്ടുകാർ പറയുന്നത് ഞാൻ പച്ചയ്ക്ക് കേൾക്കാതിരുന്നിട്ടുണ്ട്. അത് ഞാൻ ആരോടും അഡ്വൈസ് ചെയ്യത്തില്ല, കാരണം അതിൻ്റെ ഒരുപാട് സാക്രിഫൈസുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛനുമായിട്ട് ഞാൻ സംസാരിക്കാതിരുന്ന കുറേ വർഷങ്ങളുണ്ട്. ഇതുപോലെ ഞാൻ എൻ്റെ ഇഷ്ടം, കാരണം ഞാൻ പറഞ്ഞല്ലോ പുള്ളി അക്കാഡമിക്കലി ഇതായിട്ടുള്ള ഒരാളാണ്. അപ്പം മോൻ ഈ ഒരു രീതിയിൽ പോകുമ്പോഴത്തേക്ക് അവർക്ക് പറ്റത്തില്ല. പക്ഷേ ഞാൻ അന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്, എന്ത് വന്നാലും ചെയ്യും, എന്ത് വന്നാലും വിടൂല, എന്ത് വന്നാലും മുന്നോട്ട്. അപ്പോൾ ട്രേഡിങ്ങിൽ ഇറങ്ങിയപ്പോഴാണെങ്കിലും ലോസ് വന്നപ്പോഴും എല്ലാം നമുക്ക് ഐഡിയ ഇല്ല രക്ഷപ്പെടുവോ ഇല്ലയോ എന്ന്. അറിയാലോ ഒരു പോയിന്റ് വരെ ലോസുകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്ക് കാശെല്ലാം പോയോ, ഇനി കടമാവോ, ഈ ഒരു സെൽഫ് ഡൗട്ട് എല്ലാവർക്കും വരും. പക്ഷേ നിങ്ങൾ വന്ന ഒരു ജേണി ഉണ്ടാവും, നിങ്ങൾ എന്താണെന്നറിയുക. നിങ്ങൾ ക്വിറ്റ് ചെയ്യത്തില്ല, എന്ത് അറ്റം കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വിശ്വാസമുണ്ട്, വീട്ടുകാർ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകാം. ഈ ഒരു സാധനമേ ഉള്ളൂ. കാരണം എല്ലാം നമുക്ക് വീട്ടുകാരെ പ്ലീസ് ചെയ്യിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. കാരണം ഇപ്പം ഞാൻ ഈ ഒരു വഴി തിരഞ്ഞെടുത്തുകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു മോശമെന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം അത് കുറേ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പേഴ്സണലി ഉള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഇപ്പം ഞാൻ എൻ്റെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു ബിടെക്കുകാരൻ ഒരു 50,000 രൂപ മാസ ശമ്പളം മേടിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഇരട്ടി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം എൻ്റെ അമ്മയുടെ സ്കൂളിൽ അമ്മയെ കളിയാക്കി പറയും, ഇവിടുത്തെ എന്തോ ഒരു കൺവീനറോ പ്രിൻസിപ്പാളോ എന്തോ വരുന്ന ഓൾട്ടയിലാണ്, ടീച്ചർ വരുന്ന BMW-യിലാണ്. ഞാനുള്ളപ്പോൾ ഞാനാണ് അമ്മയെ കൊണ്ടുവിടാറ്. അതെനിക്ക് പറ്റിയത് എൻ്റെ ഡിസിഷൻ ശരിയാണല്ലോ. ഇപ്പോൾ അവർ പറഞ്ഞത് ചെയ്തിരുന്നേ അത് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോകാൻ പറ്റണം. ഇപ്പം പണ്ടാണെങ്കിലും ഇപ്പം ഞാൻ ഇതൊക്കെ ചെയ്തപ്പോൾ എന്നെ കുറ്റം പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇപ്പം എൻ്റെ അമ്മയെ വിളിച്ച് നല്ലത് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അമ്മ എനിക്ക് 2 വോയിസ് അയച്ചു. നമ്മുടെ കൂടെ കോഴ്സിന് വരുന്ന ടീച്ചർ പറഞ്ഞൊരു സംഭവം, മറ്റേ ഒരു വീഡിയോ ഉണ്ടല്ലോ അമ്മയെ പറ്റി പറയുന്നത്, അത് യൂട്യൂബിൽ കണ്ടിട്ട് അത് ഷെയർ ചെയ്ത് തന്നിട്ട് പറഞ്ഞു, മോൻ അങ്ങനെയൊക്കെ ആയില്ലേ സന്തോഷമുണ്ട്. അപ്പം ഇവർ പേടിച്ച ഒരു കാര്യം ഒന്നും എത്താൻ പോകുന്നത്, പക്ഷെ അവർ പറഞ്ഞതിനേക്കാളും മുകളിൽ ചെയ്യാൻ പറ്റി. അത് നന്നായി പറ്റി. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ആരാ എന്താണെന്ന് ഇപ്പം മനസ്സിലായല്ലോ എന്ന്. നമ്മൾ തമാശയ്ക്ക് പറയുമെങ്കിൽ പോലും നമ്മുടെ തീരുമാനം എടുക്കുന്നതുകൊണ്ട് നല്ല കാര്യങ്ങൾ അവരുദ്ദേശിച്ചേക്കാളും മുകളിൽ ചെയ്യാൻ പറ്റും. കാരണം വീട്ടുകാരെന്തായാലും നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കരിയർ റിലേറ്റഡ് നമുക്കായിരിക്കും അവരെക്കാളും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്. നമുക്ക് പാഷനേറ്റ് ആയിട്ടൊരു കാര്യം ഉണ്ടെങ്കിലോ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലോ. അപ്പം ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ് എന്നുള്ളതാണ്. എല്ലാം വീട്ടുകാർ പറയുന്നത് കേട്ടിരിക്കാൻ പറ്റില്ല. കാരണം വീട്ടുകാർ പറയുന്നത് കേട്ടിട്ട് ജോലി ഇല്ലാതിരുന്നാലോ, അല്ലെങ്കിൽ ജോലിക്ക് ശമ്പളം കുറവായിട്ട് അമ്മ എടുത്ത് 5,000 രൂപ ചോദിച്ചാലും അമ്മ ആട്ടും. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് പോയി നല്ല ലെവലിലെത്തി അവരെ നല്ല രീതിയിൽ നോക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മുടെ സ്റ്റുഡൻസിലും അതുമാത്രമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡേറ്റിംഗ് ടിപ്സ് ഫോർ മെൻ. പാർട്ട് 4. ഓക്കെ, നമുക്ക് ആദ്യം കുറച്ച് ടിപ്സ് അമ്മൻ്റെ അടുത്ത് നിന്ന് കേൾക്കാം. 100% ആൾക്കാർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ദുശീലങ്ങളിൽ ഒന്നാണിത്. അതായത് ഒരു 90% ആൾക്കാരുടെ പ്രശ്നം റിജക്ഷൻ പേടിയാണ്. റിജക്ഷൻ പേടിയായതുകൊണ്ട് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു മടി. സോ മേ ബി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവും. മീൻസ് അത് പേടിച്ച് മാറിയിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതാണ് സംസാരിക്കാൻ ടേക്ക് ദ ഇനിഷ്യേറ്റീവ്, അതാണ് മെസ്സേജ്. അത്രേ ഉള്ളൂ. അത് തന്നെയുള്ളൂ. റിജക്ഷൻ പേടിച്ച് ചോദിക്കാതിരിക്കരുത്, ചോദിച്ചാലേ കിട്ടുള്ളൂ. അതാണ് അടിസ്ഥാനപരമായി എല്ലാ പടത്തിനകത്ത് പറയുന്നത്, ചോദിച്ചാലേ കിട്ടുള്ളൂ. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം. പിന്നെ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെണ്ണ് റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ജർമ്മനി ഒരു പെണ്ണ് റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജർമ്മനിയേക്കാളും നല്ലൊരാളെ അവൾ കണ്ടിട്ടുണ്ടാവും ഒബ്വിയസ്ലി. അപ്പം അതിനവളെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ജർമ്മനി എങ്ങനെ ബെറ്റർ ആകാൻ പറ്റുമെന്ന് നോക്കുക. അടുത്ത പ്രാവശ്യം ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനും നല്ലൊരു പെണ്ണെ നോക്കുക. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഈ വാച്ച് ഇടണം, ഈ വണ്ടി ഓടിക്കണം എന്ന് പറയുന്ന പോലെ ഈ പെണ്ണിനെ ഡേറ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം കാണും. അതിപ്പം സെലിബ്രിറ്റീസ് ആവാം, മോഡൽസ് ആവാം, അതെല്ലാവർക്കും ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ലെവലിലുള്ള ആൾക്കാരെ ഡേറ്റ് ചെയ്യും. ഇപ്പം നമുക്ക് ഇപ്പോൾ ഓക്കെ ഒരു നല്ല വാച്ച് ഉണ്ടെങ്കിൽ എന്ത് വേണം, നമ്മുടെ പൈസ വേണം.
നല്ല കാർ ഓടിക്കണം എന്ത് വേണം, അതിന് വേണം നമ്മൾ പൈസ വേണം, നമുക്കൊരു നല്ലൊരു ഇൻകം വേണം, ഇതെല്ലാ കാര്യങ്ങളും വേണം. അതുപോലെ നല്ലൊരു പെണ്ണ് ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ആണുങ്ങൾക്കുള്ള കൺസെപ്റ്റ്സ് പോലെ തന്നെ പെണ്ണുങ്ങൾക്കുള്ള കുറേ കൺസെപ്റ്റ്സ് ഉണ്ട്. ഐ വാണ്ട് ടു ഡേറ്റ് സമ്മൺ ലൈക്ക് ദിസ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായിരിക്കണം നമ്മൾ. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ വെറുതെ ഇപ്പോൾ ഒരു പ്രൊഫൈലിൽ മെസ്സേജ് അയച്ച്, മോഡലിൻ്റെ പ്രൊഫൈലിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞിട്ട് ഒരു തിരിച്ച് നോക്കുമ്പോഴത്തേക്കും മറ്റേ കണ്ണാടി വെച്ച് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ഇട്ടുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. യു ഷുഡ് ബിൽഡ് എ പ്രൊഫൈൽ, യു ഷുഡ് ബി ദ മാൻ, അല്ലെങ്കിൽ യു ഷുഡ് ബി ബെറ്റർ ദാൻ അതേഴ്സ്. ഈ ഒരു സാധനം വേണം. കാരണം ഒരു ഇൻ ബിറ്റ്വീൻ മെൻ ഒരു കോമ്പറ്റീഷൻ, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എല്ലാവർക്കും ഉണ്ട് ആവശ്യത്തിന്. കാരണം ഐ വാണ്ട് ടു ബി ബെറ്റർ ദാൻ ഹിം. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഒരു വലിയൊരു വണ്ടി മേടിക്കുന്നില്ല, ആർക്കും ഇല്ലാത്ത ഒരു സാധനം നമുക്ക് വേണം, അല്ലെങ്കിൽ ഇത്ര പേർക്കുള്ളതിനേക്കാളും കൂടുതൽ മുന്നിൽ എനിക്ക് നിൽക്കണം, ഈ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ. നമ്മൾ ഒരുപാട് ആൾക്കാരെക്കാളും ബെറ്റർ ആയാലേ നമുക്ക് അവിടെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇറ്റ്സ് ഓൾ അബൌട്ട് പൊസിഷനിങ് യുവർ സെൽഫ് ഇൻ സർട്ടൻ പൊസിഷൻസ്. അത് ബിസിനസ്സിലാണേലും റിലേഷൻഷിപ്പിലാണേലും ആരെ ഡേറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിലാണേലും അവർക്ക് വേണ്ട രീതിയിലുള്ള ആളായിരിക്കണം നമ്മൾ. എന്നിട്ട് വേണം നമ്മൾ ആഗ്രഹിക്കാൻ. ഇപ്പം BMW എടുക്കണമെങ്കിൽ നമ്മൾ ആ ലെവലിൽ ഒരു ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് ക്യാഷ് ഉണ്ടാക്കണം, എന്നിട്ട് വേണം നമ്മൾ അതിന് പോകാൻ. അല്ലാതെ ബ്രോക്കാറ്റിങ് പറ്റത്തില്ലോ. ഈ സെയിം സാധനമാണ് അവിടെ. ബിൽഡ് യുവർ സെൽഫ്, അതാണ് ഫസ്റ്റ് തിങ്. ആ ഒരു പൊസിഷൻ. കാരണം ഡെസ്പറേറ്റ് ആയിട്ട് വെറുതെ ആരെ കിട്ടിയാലും പോവാതിരിക്കുക. നോ യുവർ സ്റ്റാൻഡേർഡ്സ്. എല്ലാ കാര്യത്തിലെയും പോലെ തന്നെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുക. ഡോണ്ട് ചേസ്, അട്രാക്ട് ചെയ്യുക, ഡെസ്പറേറ്റ് ആവാതിരിക്കുക. വരാനുള്ളത് വരും, പോകാനുള്ളത് വരും. ഷീ വാണ്ട് ടു കോൾ, ഷീൽ കോൾ. അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഡേറ്റിംഗ് അല്ലെങ്കിൽ ഈ ഡേറ്റിംഗ് ആപ്സ് ത്രൂ ഉള്ള ഒരു ഡേറ്റിങ്ങും റിയൽ ലൈഫ് ഡേറ്റിങ്ങും രണ്ടും രണ്ടാണ്. അതായത് ഇതിൻ്റെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ എറിഞ്ഞിടുക, അത് വർക്കൗട്ട് ആവാനുള്ള ചാൻസസ് തീരെ കുറവാണ്. സോ നേരെ മറിച്ച് നമ്മൾ ഈ ഒരു സെയിം പേഴ്സണ് റിയൽ ലൈഫിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്സിൽ വർക്കൗട്ട് ആയിട്ടില്ലെങ്കിലും റിയൽ ലൈഫിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവും. കാരണം ഇവിടെ നമ്മൾ എന്താണ് എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. സോ നേരെ നമ്മൾ പോയി സംസാരിക്കുവാണെങ്കിൽ കുറച്ചൊക്കെ നമ്മളെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള ഒരു കാരണം എത്ര പേർക്ക് ഒരു പെട്ടെന്ന് കാണുന്ന ഒരു പെണ്ണിനോട് പോയി പേര് ചോദിക്കാനുള്ള ധൈര്യമുണ്ട്? എത്ര പേർക്ക് ഒരു പെൺകുട്ടിയുടെ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ നോക്കി ഒരു മിനിറ്റ് കണ്ടിന്യൂസ് സംസാരിക്കാനുള്ള ധൈര്യമുണ്ട്? അപ്പം ഇതൊക്കെ ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ട ഫാക്ടേഴ്സാണ്. ഇപ്പോൾ ഒരു പെണ്ണിന് തന്നെ നമ്മളൊരാളെ കാണുന്നു, അയാളോട് പോയി നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം പറയാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഒരാളെ ഒരിക്കലും ആ പെണ്ണ് നോക്കില്ല. സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം, മസ്കുലിൻ ട്രേറ്റ്സ് ഡെവലപ്പ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കണ്ണു നോക്കി സംസാരിക്കാൻ പറ്റുന്നതാണ്. യു ഷുഡ് ബി കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ സെൽഫ്, ദ വേ യു ലുക്ക്, അല്ലെങ്കിൽ ദ വേ യു ക്യാരി യുവർ ഫിസിക്. ഇപ്പം ചെറുവൻ ഇടിച്ച് വീർത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ചെറുവൻ ആ കോൺഫിഡൻസ് കിട്ടത്തില്ല. ഇഫ് യു ആർ ഫിറ്റ്, ഓക്കെ, എന്ത് പോകാനാ ചോദിക്കും, പോയാൽ പോയി, അത്രയല്ലേ ഉള്ളൂ. പോയാലൊരു വാക്ക് എന്നുള്ള മൂടേ ഉള്ളൂ. ചെല്ലുക, കാര്യം സംസാരിക്കുക. അതിന് നമ്മളിൽ കോൺഫിഡൻസ് വേണം. നേരത്തെ പറഞ്ഞ കാര്യം, കോൺഫിഡൻസ് തരാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ ലിമിറ്റ്സ് എന്തൊക്കെയാണോ അത് നമ്മൾ ബ്രേക്ക് ചെയ്യണം. നമുക്ക് നമ്മളെപ്പറ്റി വി ഷുഡ് ബി പ്രൗഡ് ഓഫ് അവർ സെൽഫ്, വേറെ ആരും അല്ലെങ്കിലും. അപ്പം ആ ഒരു കോൺഫിഡൻസ് വേണം. നേരിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് അയക്കുന്ന പോലെ അല്ല, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് കാണുമ്പോൾ ഒരാളോട് പോയി ചോദിക്കുന്നത് അതൊരു മാസ്കുലിൻ ട്രേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പലരും ഈ പറയുന്ന പോലെ ഈ കണ്ടിട്ടില്ലേ, ഈ എന്താ പറയുക, നിങ്ങളുടെ അറ്റൻഷന് വേണ്ടിയിട്ട് മറ്റേ പെൺവേഷം കിട്ടുക. മറ്റേ ഞാൻ ഈയിടെ ഇവിടെ ഒരു വനമ്പള്ളി പാർക്കിൽ പോയപ്പോഴത്തേക്കും ഒരു ഗ്യാങ് ഉണ്ട് കുട്ടികളുടെ, അവർ കോളേജ് സ്റ്റുഡൻസ് എന്ന് തോന്നുന്നു. അപ്പോൾ രണ്ട് ചെക്കന്മാരൊക്കെ അവിടെ പോയി ചെക്കൻ ഇങ്ങനെ ഷാളൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് മനസ്സിലായി. എനിക്ക് പൊട്ടി. കാരണം ഒരു അറ്റൻഷൻ അതല്ല വേണ്ടേ? ഓക്കെ, കാരണം പെണ്ണുങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്ലേ അറൗണ്ട്. പക്ഷെ നല്ലൊരാളെ കിട്ടുമ്പോഴത്തേക്കും പോടാന്ന് പറഞ്ഞിട്ട് തന്നെ പോകും. ഇന്നിപ്പോൾ ലൈവ് വന്ന് പോയപ്പോഴത്തേക്കും ഒരു പയ്യൻ ചോദിച്ച പോലെ തന്നെ ഒരു സംഭവം. അപ്പം ബി കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ സെൽഫ്, ലൈക്ക് ബി യുവർ ബെസ്റ്റ് വേർഷൻ. എന്നിട്ട് ആരെ അപ്രോച്ച് ചെയ്താലും കിട്ടുന്ന ഒരു ലെവലിലോട്ട് വളരുക, ആ ഒരു ലെവലിലോട്ട് ആവുക. പിന്നെ ഡോണ്ട് വേസ്റ്റ് ടൈം ഓൺ വുമൺ. ഇപ്പോൾ ഒരു പെണ്ണ് റിജക്ട് ചെയ്തെന്ന് പറഞ്ഞ് ലോകം അവസാനിക്കാൻ പോകുന്നില്ല. ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. വുമൺ വിൽ കം ആൻഡ് ഗോ, ബട്ട് മണി മാറ്റേഴ്സ്. പിന്നെ എന്താ, നമ്മുടെ ബിൽഡ് ചെയ്യുക, നമ്മുടെ സംഭവങ്ങൾ ഷോക്കേസ് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം. പിന്നെ റിജക്ഷൻ എന്ന് പറഞ്ഞ സംഭവം എന്തായാലും ഉണ്ടാവും. പിന്നെ ഓരോ പ്രാവശ്യം റിജക്ഷൻ കിട്ടുമ്പോഴും റിജക്റ്റ് ചെയ്യാൻ റീസൺ ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തത്. അത് പഠിക്കുക, അത് ബിൽഡ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പെണ്ണിൻ്റെ പുറകെ പോകാതിരിക്കുക. അതെ, ഡിപ്പെൻഡൻ്റ് ആവാതിരിക്കുക ഒരാളിൽ. അതെനിക്ക് പറ്റിയിട്ട് ആ ഒരു തെറ്റ് എനിക്കും പറ്റിയിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ കോളേജ് ലൈഫിൽ വെച്ചിട്ട്. അങ്ങനെ പിന്നെ ഒരു ഇല്ല, കഥയൊന്നുമില്ല. പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെന്താ ഇത്രയും എഫേർട്ട് ഇടുന്നത്. വേറെ ഈ സെയിം എഫേർട്ട് ഇത് നമ്മുടെ ഈ ട്രേഡിങ്ങിൽ ആ സ്കിൽസ് പറയണമല്ലോ, ആ ഒരു സ്കിൽസ് ബിൽഡായി കഴിഞ്ഞാൽ. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം, ഗേൾ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡ്രീംസ് സാക്രിഫൈസ് ചെയ്യാതിരിക്കുക. അവസാനം ഈയിടെ ഞാനൊരു ട്വീറ്റ് കണ്ടത് ആൻഡ്രൂ ടേറ്റിൻ്റെ. ഈ കണ്ടിട്ടുമ്പോൾ അല്ലെങ്കിൽ ആൻഡ്രൂ ടേറ്റ് പറഞ്ഞത്, ആൻഡ്രൂ ടേറ്റിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു ഇതുപോലെ.
ഒരു നല്ലൊരു കംഫർട്ട് സോണിലായി ഒരു ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ഭാര്യയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ആണുങ്ങൾ ഫ്രണ്ട്സിനെ സാക്രിഫൈസ് ചെയ്യും, ഗോൾസ് സാക്രിഫൈസ് ചെയ്യും, അവസാനം അവൾ ഇവനെ സാക്രിഫൈസ് ചെയ്യും. ആ ഒരു സംഭവം. അപ്പോൾ അത് റിയൽ ആണ്. നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുക, ഒരു പെണ്ണിന് വേണ്ടി നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാറ്റാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ട എന്താണോ നിങ്ങളുടെ ഗോൾസ് ആയിരിക്കണം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഒരു പെണ്ണായിരിക്കരുത്. കാരണം ഒരു പെണ്ണ് പോയാൽ 100 പെണ്ണുങ്ങൾ വേറെ വരും. നിങ്ങളുടെ സപ്പോർട്ടീവായിട്ട് എല്ലാ സിറ്റുവേഷനും ഒരാൾ നിൽക്കുന്നുണ്ട്, ഷീസ് ദ റൈറ്റ് പേഴ്സൺ. അതല്ലാത്ത നിങ്ങളെ താഴോട്ട് വലിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും താഴോട്ട് വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒഴിവാക്കുക. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ മാത്രം നിർത്തുക, അതേ ഉള്ളൂ. കാരണം ആൾക്കാർക്ക് ഒരുപാട് പറ്റുന്ന ഒരു കാര്യമാണ് ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഫ്രണ്ട്സിനെ ഒഴിവാക്കും. കാരണം ഒരു റിലേഷൻഷിപ്പിലാകുമ്പോഴത്തേക്കും പെൺപിള്ളേർക്ക് ഈ ഒരു സാധനമുണ്ട്, എൻ്റെ മാത്രമായിട്ട് ഇത് വേണം, പ്രയോറിറ്റി ഞാനായിരിക്കണം, അല്ലെ ഫ്രണ്ട്സിനോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല. കല്യാണം Possessiveness. പൊസസീവ്നെസ് ആണത്, അങ്ങനെയും പറയാം. അങ്ങനെ പറയാം. അപ്പോൾ ഈ ഒരു സാധനം, അപ്പോൾ അതിന് വീണ് പോകരുത്. യു ഷുഡ് ഹാവ് യുവർ സ്റ്റാൻഡേർഡ്സ്. ഈ വക കാര്യങ്ങളാണ് ഡേറ്റ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ കുറേ മണ്ടന്മാരുണ്ട്, പിന്നെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഡോണ്ട് ഫോൾ ഫോർ ഇറ്റ്. ഇഫ് യു ആർ വിത്ത് എ ഗേൾ, അവൾ എന്താണെന്നുള്ള ഒരു ഐഡിയ വേണം. എന്നിട്ട് ചുമ്മാ ഡ്രാമയ്ക്കൊക്കെ നിന്ന് കൊടുക്കാം, പക്ഷേ ഡോണ്ട് ഫോൾ ഫോർ ദാറ്റ്. പിന്നെ ഒരു വിഷൻ മാച്ചാണ് ആൾക്കാർ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. അത് ഇപ്പൊ ഒരു 100-1 അത്ര കിട്ടത്തുള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ കിട്ടിയ ആളെ ട്രെയിൻ ചെയ്യിക്കുക. അത്രേ ഉള്ളൂ. ട്രെയിൻ ചെയ്യിക്കാം. ട്രെയിൻ ചെയ്തിട്ടും റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ട് കളയുക. ഇപ്പം നമ്മളെന്താ കമ്പനി സ്റ്റാഫ് ആൾക്കാരെ ഹയർ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ആൾക്കാർ നോക്കും, നമ്മൾ ട്രെയിനിങ് കൊടുക്കും. ഒരു തരത്തിലും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, വിട്ട് കളയും. ഇത് തന്നെ ഇതും ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഓക്കെ കിട്ടിയതിന് എന്തായാലും വിടില്ലെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണണമെങ്കിൽ ആൾക്കാർ പറയും ഓ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ നമ്മളെ താഴോട്ട് വലിക്കുന്ന ഒരാളെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട്, അല്ലെങ്കിൽ പോകാൻ റെഡി ആയിട്ടുള്ള ഒരാളെ നമ്മൾ സ്നേഹമാണ് നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പോകാനുള്ളവരെ വിട്ടേക്കണം. കാരണം നമുക്ക് നമ്മുടെ ലൈഫുണ്ട്, അത് വെച്ചിട്ട് മുന്നോട്ട് പോകണം. കാരണം ഇവരല്ല നമ്മളിവിടെ വരെ എത്തിയത് ഇവരെ കണ്ടുകൊണ്ടല്ല. ഇപ്പോഴായിരിക്കും നമ്മുടെ ലൈഫിലോട്ട് ഇവർ വന്നത്. ഇവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫോ നമ്മുടെ കൂടെ അത്ര നാൾ ഉണ്ടായവരുടെ കാര്യങ്ങളോ സാക്രിഫൈസ് ചെയ്തിട്ട് കാര്യമില്ല. അത് ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. അങ്ങനെ ഉള്ളൂ. ഇനി എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ? ഒന്നും പോയാൽ 100 ആൾക്കാർ വരും, അത്രേ ഉള്ളൂ. ക്രിസ്ത്യൻ്റെ ചോദിച്ചാലും മറ്റേ വാട്ട് ഇൻ ദ വേൾഡ്, എന്നെ പോലെ വേറെ ആരെയും എനിക്ക് കിട്ടില്ല. ഇത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ടെന്നൊരു 50 വട്ടം, 100 പ്രാവശ്യം കേട്ടിട്ടുണ്ട്. നമ്മൾ 100 വട്ടം കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, കുറച്ചൊന്ന് പെരുപ്പിച്ച് പറഞ്ഞു. ഇതേ 50 എന്നല്ല, അത് ബാക്കി പറയാൻ പറ്റൂലെന്ന്. എല്ലാവരും പറയുന്ന ഒരു ഡയലോഗ് ആയിരിക്കും, അതിൽ വീഴാതിരിക്കുക. എല്ലാ പെണ്ണുങ്ങളും പറയുന്ന ഒരു ഡയലോഗാണ്, എന്നെ പോലെ ആരെയും എനിക്ക് കിട്ടൂല. അതിനെക്കാട്ടിലും ഒരു 10 times ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടും. കിട്ടിട്ടുണ്ട്, കിട്ടുകയും ചെയ്യും. കിട്ടും. ചെറുവിന് 2 വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ എഫേർട്ട് ഇടാണ്ട് വർക്ക് ചെയ്യാണ്ട് കിട്ടും എന്ന് വിചാരിച്ചൊന്നും കിട്ടത്തില്ല. മാർക്കറ്റിലോട്ട് ഇറങ്ങണം, ബിൽഡ് ചെയ്യുക, നമ്മളെ ബിൽഡ് ചെയ്യുക, മാർക്കറ്റിലോട്ട് ഇറങ്ങുക, കിട്ടും. കാരണം വുമൻ ഷുഡ് ബി ദെയർ. ഇപ്പൊ ഈ പറയുന്ന ആൾക്കാർ പറയത്തില്ലേ പെണ്ണുങ്ങളായിട്ട് ഇത് ചെയ്യരുത്, പെണ്ണുങ്ങളായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഫോക്കസ് ഔട്ട് ആവും, അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം കളയുന്നത്. പക്ഷേ ഇഫ് യു ആർ ബിൽഡിങ് സംതിങ്, നിങ്ങൾ എന്ത് സാധനം ബിൽഡ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അറ്റ് സം പോയിന്റ് നിങ്ങൾക്ക് ഒരു ഫാമിലി വേണം. അപ്പോൾ ഒരു നല്ല ഫാമിലി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വാട്ട് എ വുമൺ നീഡ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയണം. എന്ത് കാര്യവും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കിട്ടുന്നത്. കാരണം പെണ്ണുങ്ങളോട് സംസാരിക്കുക, പെണ്ണുങ്ങളെ അവോയ്ഡ് ചെയ്യാതെ വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇപ്പോൾ ഒരു മാരീഡ് ലൈഫ് കഴിഞ്ഞിട്ടാണെങ്കിലും അതേ പാറ്റേൺ ആയിരിക്കും പോകുന്നത്. അപ്പം ഇവിടെയുള്ള ആൾക്ക് എന്താ വേണ്ടതെന്ന് പോലും അയാൾക്ക് അറിയില്ല. അപ്പം എ വുമൺ ബൈ അവർ സൈഡ് എന്ന് പറയുന്നതും ഒരു മാസ്കുലിൻ ട്രേറ്റ് ആണ്. ഈ സിഗ്മ ആൽഫ എന്നൊക്കെ പറഞ്ഞ് പറയുമല്ലോ. ഇപ്പം അർജുൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം ഇവിടെ ആക്ച്വലി അർജു ഇവിടെ പോഡ്കാസ്റ്റിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ട് സിഗ്മയല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ ഹേറ്റ് ക്യാമ്പയിൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാര്യമില്ല. കാരണം ഹാവിങ് എ ഗേൾ ബൈ യുവർ സൈഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് ഗേൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അതൊരു മാസ്കുലിൻ ട്രേറ്റാണ്. കാരണം എല്ലാവർക്കും കിട്ടത്തില്ല. പലയിടത്തും ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും പെണ്ണായിരിക്കും തീരുമാനിക്കുന്നത്, നീ എങ്ങോട്ട് പോകും, നീ ഇങ്ങോട്ട് പോകും. എനിക്കറിയാം അങ്ങനെ ഒരുപാട് ആൾക്കാരെ. അപ്പോൾ അതല്ല, വുമൺ ബൈ യുവർ സൈഡ് അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അത് വേണ്ട ഒരു കാര്യമാണ്. അപ്പം എന്ത് വർക്കിൻ്റെ കൂടെ ആണെങ്കിലും ആ ഒരു കാര്യം കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം റിലേഷൻഷിപ്സ് വിത്ത് വുമൺ. അത് ലൈക്ക് ഫോർ ലൈഫ്. കാരണം ഒരു വർക്കോ ഇത് മാത്രമല്ല, ഒരു കംപ്ലീഷൻ ആസ് എ മാൻ നമുക്കൊരു കംപ്ലീഷൻ ഒരു സാധനമുണ്ട്. നമ്മുടെ ആണെങ്കിലും ഇനിയുള്ള ജനറേഷൻസ് വരാനുണ്ട്, അല്ലെങ്കിൽ ഫാമിലി ഉണ്ടാവണം. അപ്പം ഫാമിലിയും ബിസിനസ്സും മണിയും എല്ലാം കൂടെ ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അതാണല്ലോ റിയൽ സക്സസ് എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പം അക്കൗണ്ടിൽ 100 കോടി രൂപയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരുമില്ല, അല്ലെങ്കിൽ അമ്മയില്ല, അച്ഛനും ഇല്ല, അനിയനും ഇല്ല, അല്ലെങ്കിൽ ഭാര്യയില്ല, പിള്ളേരും ഇല്ല, ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഡസൻ മേക്ക് എനി സെൻസ്. സോ ഈക്വൽ ഇമ്പോർട്ടൻസ് എല്ലാത്തിനും കൊടുക്കണം. ലേൺ ഫ്രം എക്സ്പീരിയൻസ്. സോ ഹാവ് എക്സ്പീരിയൻസസ്. ജെർമിനെ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, പ്രായമായി. ഇതൊന്നും കട്ട് ചെയ്തില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. എത്ര പെമ്പിള്ളേർ കാണും, ഞാൻ എത്ര തെറി കേൾക്കണം. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, വാട്ട് യു ലൈക്ക് അബൌട്ട് വൈ ഡിഗ്രി? നമ്മുടെ
വൈ ഡിഗ്രിയുടെ വലിയൊരു പാർട്ടാണ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആൾക്കാർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഫിറ്റ്നസ്സിന് ഇത്രയും ഇമ്പോർട്ടൻസ് വൈ ഡിഗ്രിയുടെ അകത്ത് കൊടുക്കണത്, ആ ഒരു ഡൗട്ട്. സോ എന്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? അമലിപ്പോൾ എത്ര വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാ? ഞാനൊരു 5-6 years ആയിട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു അതിലും മുകളിലായി കോമ്പറ്റീഷൻ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡയറ്റ് കീപ്പ് ചെയ്ത് പോകുമ്പോൾ നമുക്കുള്ള ഫോക്കസ്, നമുക്കുള്ള എനർജി, നമുക്കുള്ള സ്ട്രെങ്ത്, അല്ലാതെ 2 അടിച്ച് ചില്ല് നടന്ന് ഡയറ്റ് നോക്കാതെ ഓടി നടക്കുമ്പോൾ കിട്ടാറുണ്ടോ? ഇല്ല, അപ്പോൾ അതില്ല. ഇതാണ് ഫോക്കസ് എന്ന് പറഞ്ഞ മെയിൻ ഒരു സാധനമുണ്ട്. മെയിനായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റിയതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ ആദ്യം ബോഡി ബിൽഡിംഗ് ചൂസ് ചെയ്തുകൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ബോഡി ബിൽഡിംഗ് നമ്മൾ ഒരുപാട് പഠിക്കും. ഫിറ്റ്നസ് വേറെ, ബോഡി ബിൽഡിംഗ് വേറെ. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ മറ്റേ ഹാർഡ് കോർ വർക്കൗട്ട്, ഡയറ്റ്, മറ്റേ സീറോ കാർവ്. അപ്പം അപ്പുറത്ത് ചോറും മീൻകറിയും കഴിക്കുമ്പോൾ നമ്മൾ മറ്റേ പുഴുങ്ങിയ ചിക്കനാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിളായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ബോഡി ബിൽഡിംഗ് ആൾക്കാർ അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പം അവിടെ നമുക്ക് ഡെവലപ്പ് ആവുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട്. കാരണം ഒരാൾക്ക് അയാളുടെ ഒരു ഫാറ്റ് ആയിട്ടുള്ള ഒരാളായിക്കോട്ടെ, ഒരു സ്കിന്നി ആയിട്ടുള്ള ഒരാളായിക്കോട്ടെ, അവരുടെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ ഏറ്റവും കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയുമ്പോൾ ഫിറ്റ്നസ് ആയിരിക്കും their ബോഡി. അപ്പം ഈ ഒരു സാധനം മാറ്റി അവർക്ക് അവരുടെ ബോഡിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ അവർ കോൺഫിഡൻ്റ് ആയിരിക്കും. ഒന്നാമത്തെ കാര്യം ആ ഒരു കോൺഫിഡൻസ് മതി അവർക്ക് ബിസിനസ് ചെയ്യാനോ ട്രേഡിങ് ചെയ്യാനോ അല്ലെങ്കിൽ നെവർ ക്വിറ്റ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാം. കാരണം ഒരു 6 മാസം എടുത്ത് ഒരു 6 പാക്ക് ഉണ്ടാക്കിയവനോ അല്ലെങ്കിൽ ഒരു 20 കിലോ കുറച്ചവനോ 25 കിലോ കുറച്ചവനോ അറിയാം, അവൻ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അവൻ എന്തും ചെയ്യാനുള്ളൊരു ധൈര്യം കാണും. അപ്പം ഇത് സ്ട്രെയിറ്റ് മൈൻഡ് സെറ്റ്. കാരണം എനിക്ക് ട്രേഡിങ്ങിനെയും ബോഡി ബിൽഡിങ്ങിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. കാരണം ഇപ്പം ട്രേഡിങ്ങിനെ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാം, ബോഡി ബിൽഡിങ്ങിനെ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാം. അത് അമലിന് മനസ്സിലാവും. ഈ ജിമ്മിൽ പോകാത്തവർക്ക് അത് അത്രയും കിട്ടത്തില്ല. പിന്നെ നമുക്ക് ഉണ്ടാവുന്ന സ്ട്രെസ് ആയിക്കോട്ടെ, ടെൻഷൻ ആയിക്കോട്ടെ, നമ്മുടെ ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ ആണ് ജിമ്മിൽ പോയിട്ട്. മൂഡ് എത്ര പ്രശ്നം ഉണ്ടായാലും ജിമ്മിൽ പോയി മറ്റേ വെയിറ്റ് എടുത്ത് അത് ജിമ്മിൽ തീർക്കുക, ഹെൽത്തി ആയിട്ട് തീർക്കുക. അതിന് പകരം പോയിട്ട് ഇപ്പം 2 അടിച്ചുകൊണ്ടിരുന്നിട്ടോ അല്ലെങ്കിൽ ജോയിന്റ് വലിച്ചിട്ടോ കാര്യമില്ല. അത് ഒരു പോസിറ്റീവ് വേയിൽ നമ്മുടെ ബോഡി അത്രയും ഹിറ്റ് ആവും, കോൺഫിഡൻസ് ബിൽഡ് ആവും, അതേപോലെ അപ്രോച്ച് മാറും, ഡിസിപ്ലിൻ ഡെവലപ്പ് ആവും, കൺസിസ്റ്റൻസി ഡെവലപ്പ് ആവും. ഈ സാധനങ്ങളൊക്കെ അല്ലേ ട്രേഡിങ്ങിന് വേണ്ടത്, അല്ലേ ബിസിനസ്സിലും ഇതല്ലേ വേണ്ടത്. ഒരു അടുക്കും ചിട്ട വേണം. പിന്നെ യു ആർ കോൺഫിഡൻറ്റ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ കാണുവാണെങ്കിൽ ഒരു ഫാറ്റ് ആയിട്ടുള്ള ഒരാളെക്കാളും കൂടുതൽ ഞാൻ ഒരിക്കലും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിരിക്കും. അത് അങ്ങനെ ഉണ്ട്. പല സർക്കിളിലും പോകുമ്പോഴത്തേക്കും നമ്മളവർ പറയുന്ന ഒരു കാര്യം അത് ഒരു ഓറയുണ്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് ഉണ്ട് ഒരാളുടെ ഒരു ഡിസിപ്ലിൻ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് കാണുമ്പോൾ തന്നെ ഓക്കെ ലൈക്ക് ഹീസ് ഗുഡ്, ഹീസ് സ്ട്രോങ് എന്നുള്ള ഒരു സാധനം നമുക്ക് വരും. അപ്പം അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ട്രേഡിങ് പഠിക്കുന്ന, ബിസിനസ് പഠിക്കുന്ന, പൈസ ഉണ്ടാക്കാൻ മാത്രമല്ല പഠിപ്പിക്കേണ്ടത്. ഇപ്പോൾ രാകേഷ് ചുഞ്ചുമാല അവസാനം പറഞ്ഞ കാര്യം എന്താ, പുള്ളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി ഏറ്റവും മെയിനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ കാശ് കുറേ ഉണ്ടാക്കി ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് അവസാനം ആരോഗ്യമില്ലാതെ അനുഭവിക്കാൻ പറ്റില്ല ചത്തു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഫസ്റ്റ് തിങ് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം ഹെൽത്താണ്. സെക്കൻഡ് തിങ് റിലേഷൻഷിപ്സ്, ഫാമിലി. തേർഡ് തിങ് മണി. ഇതാണ് റൂൾ. അല്ലാതെ 100 കോടി ഉണ്ടെങ്കിലും ആരോഗ്യം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. മറ്റേ ബിജോ ചേട്ടനെ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ ബെൻസ് ഉണ്ട്, ബംഗ്ലാവ് ഉണ്ട്, പക്ഷേ ബലമില്ല. ആ ഒരു സംഭവം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഹെൽത്തിലെ. ഹെൽത്ത് ആയിട്ടൊരു ബോഡി ഉണ്ടെങ്കിലേ നമ്മൾ ഉണ്ടാക്കുന്ന കാശാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു എംപയർ ആണല്ലോ, ഇതിലെല്ലാം നമുക്ക് റൂൾ ചെയ്യാനും ഇരിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഫൗണ്ടേഷനാണ്. അതാണ് വൈ ഡിഗ്രി പറയുന്നത്, റീവാമ്പ് യുവർ ലൈഫ് ഫൈനാൻഷ്യലി, ഫിസിക്കലി ആൻഡ് മെൻ്റലി. കാരണം മൈൻഡ് സെറ്റ് വേണം. ഇതൊന്നും ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഫോക്കസ്ഡ് ആവുള്ളൂ. നമ്മുടെ ഫിറ്റ്നസ്സിലോട്ട് വരുന്ന സമയത്ത് വലിയൊരു പാർട്ടാണ് വിന്നേഴ്സ് 45 ചലഞ്ച്, അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ ബിൽഡിങ്. ആ ഒരു പാർട്ടിന് എങ്ങനെയാണ് ആൾക്കാർക്ക് ബെനിഫിറ്റ് ആവണത്, ആ ഒരു വിന്നേഴ്സ് 45? ശരിക്കും ഇപ്പം ഞാൻ ആ വിന്നേഴ്സ് 45 ചാലഞ്ച് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് കൂടെ വേണമെന്ന് വെച്ചതിൻ്റെ ഇപ്പോൾ ഇത്ര ആൾക്കാർ ഓൺബോർഡ് ചെയ്യുന്നതിൻ്റെ കാര്യമല്ല. കാരണം നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങൾ നമ്മൾ അവരോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇവരും ഇതേ കാര്യം തന്നെ ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. സോ ഒബ്വിയസ്ലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോട്ടിവേഷൻ ഇല്ലാത്ത ഒരാൾക്ക് നമ്മളൊരു കാര്യം ചെയ്യുന്ന കാണുമ്പോൾ, കാരണം എല്ലാവർക്കും ആൾക്കാർക്ക് നീഡ്സ് എക്സ്റ്റേണൽ മോട്ടിവേഷൻ. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കാണുമ്പോൾ അവർക്ക് ചെയ്യാൻ തോന്നും. അവരത് പോസ്റ്റ് ചെയ്യുമ്പം അത് കണ്ടിട്ട് വേറൊരാൾക്ക് ചെയ്യാൻ തോന്നും. ഒരു 5 പേര് ചെയ്യുന്ന കാണുമ്പോൾ 6ാമത് ഒരാൾക്ക് ചെയ്യാൻ തോന്നും. അപ്പം ഇങ്ങനെ ഒരു 100 പേര് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നും ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല ഇപ്പം ഒരു ദിവസം ഒരു ബ്രേക്ക് എടുക്കാൻ തോന്നത്തില്ല. ഇപ്പം നമ്മൾ 3 പേര് ഒരുമിച്ച് ചെയ്യുന്നത്, ഇപ്പം ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാതിരിക്കത്തില്ല.
ഓക്കെ, പുഷ് ചെയ്യാനുള്ള ഒരു ഇത്. കാരണം അതാണ് ഒരു മാസ്കുലിൻ എസൻസ് എന്ന് പറഞ്ഞൊരു കാര്യം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യാൻ പറ്റണം. പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും വിന്നേഴ്സ് സ്പോട്ടിഫൈ അറ്റൻഡ് ചെയ്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ എത്രത്തോളം ആവട്ടെ. കാരണം ഒരു ഹാബിറ്റ് ഇത് ചെയ്യാണ്. കാരണം എല്ലാവർക്കും ഇല്ലാത്തൊരു പ്രശ്നം കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ. നമ്മളെല്ലാവർക്കും കൺസിസ്റ്റൻസി കിട്ടത്തില്ല, ഡിസിപ്ലിൻ കിട്ടത്തില്ല. നമുക്ക് ചില ദിവസം ക്ഷീണമാണെന്ന് തോന്നും, ചില ദിവസം മടിയായിരിക്കും, ഇതെല്ലാം ഉണ്ടാവും. അപ്പം ഇത് ഒന്നും ഇല്ലാതെ ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. 45 ഡേയ്സിലേക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഇവിടെ എത്രത്തോളം എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ 45 ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്സ് ഇട്ടാൽ ഫിസിക്കലി നിങ്ങൾ എങ്ങനെ മാറും, മെൻ്റലി നിങ്ങൾ എങ്ങനെ മാറും, സ്പിരിച്വലി നിങ്ങൾ എങ്ങനെ മാറും, നോളജ് നിങ്ങൾക്ക് എത്രത്തോളം കൂടും. കാരണം ഇതിലുള്ള കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് ബേസിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ്. കാരണം 75 ഹാർഡ് പോലെ വലിയ കാര്യങ്ങളൊന്നും അല്ല, 45 ഡേയ്സേ ഉള്ളൂ. ഇത് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ എത്രത്തോളം ഇമ്പാക്റ്റ് അവരുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ആ ഒരു 45 ദിവസം കഴിഞ്ഞാലും തന്നെ ആ ഒരു അതെ, അപ്പോൾ ആ 45 ദിവസം കൊണ്ട് ഇവർ പുതിയൊരു, കാരണം ഏതൊരു ലോവസ്റ്റ് ഫേസ് നിൽക്കുന്ന ഒരാളായിക്കോട്ടെ, എത്ര ബ്രോക്കൺ ആയിട്ട് ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണമെന്ന്, അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യാം. കാരണം വിഷൻ വരും. കാരണം നമ്മൾ ഹാർഡായിട്ടൊരു ഇത്രയും ആൾക്കാർ മുന്നിൽ നിന്ന് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് അയാളെ ബാധിക്കും. കാരണം ഇങ്ങനെ ഒന്നും പറ്റാത്ത ഒരാളെന്ന് പറഞ്ഞാൽ അയാളുടെ സർക്കിൾ അങ്ങനത്തെ ആയിരിക്കും, കുറേ മടിയന്മാരായിരിക്കും. ഇപ്പോൾ ഇത്ര ആൾക്കാർ ചെയ്യുന്ന കാണുമ്പോൾ ഓരോ ആൾക്കാർക്ക് അതൊരു ഇനിഷ്യേറ്റീവാണ്, ഒരു സ്റ്റാർട്ടാണ്. ചിലപ്പോൾ ആ 45 ഡേയ്സ് കഴിയുമ്പോൾ ഇവരുടെ ലൈഫ് മാറും. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഓരോരുത്തരും പറഞ്ഞ പോലെ അവർ പല ദിവസം ബ്രേക്ക് വന്നു, എന്നിട്ട് അവർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം അവരെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അവർ പോലും വിചാരിച്ചില്ല, പക്ഷേ അവരുടെ ലൈഫ് ചേഞ്ചിങ് ആയിരുന്നു. കാരണം കൺസിസ്റ്റൻറ്റ് എഫേർട്സ് ആണ് ഡെയിലി ബേസിസ്. ഇപ്പോൾ റംസിയൊക്കെ വിന്നറായത് 54,000 45 ഡേയ്സ് കഴിഞ്ഞിട്ട് 54,000 പെർ മന്ത് ഉണ്ടാക്കുന്നുണ്ട്. എന്ത് വേണോ, ഇത് കൂടുതൽ വേണോ? കറക്റ്റായിട്ട് ഫുഡ് ട്രാക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഇതേപോലെ എല്ലാ ആൾക്കാരും ഇതിലോട്ട് ഇൻക്ലൂഡഡ് ആവണം. കാരണം 75 ഹാർഡ് എന്ന് പറയുമ്പോൾ പലർക്കും പറ്റിയെന്ന് വരത്തില്ല, പക്ഷേ 45 ഹാർഡ് കൊണ്ട് നോയിങ് യുവർ സെൽഫ്, ഈ ഒരു 45 ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താ, നിങ്ങളുടെ കാലിബർ എന്താ, നിങ്ങൾക്ക് എന്തോരം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും, നിങ്ങൾ ആരാണ് എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടാവും. കാരണം ആൾക്കാർക്ക് ആദ്യം വേണ്ടത് നമ്മൾ എന്താണെന്നുള്ള ഒരു അറിവാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതില്ലാതെ കാര്യമില്ല. അത് മനസ്സിലാക്കാൻ 45 ഡേയ്സ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഐ വെൽക്കം എവരി വൺ ടു ജോയിൻ ദ 45 ഡേ ചാലഞ്ച്. നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ, നിങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ ജെറുവിനെ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇപ്പം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടല്ലോ? ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വൈ ഡിഗ്രിയിൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ കുറേ പേരുടെ ജോലി പോകും അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ കൊണ്ട് എന്താണ് നമ്മുടെ വൈ ഡിഗ്രിയിൽ പ്രയോജനം എന്നൊന്ന് പറയാം. നമ്മളിപ്പം ഇപ്പം പുറമേ ഉള്ള ആൾക്കാർ പറയുന്ന പോലെ ഇവിടെ ട്രേഡിങ് മാത്രമേ പഠിക്കും, ഒരുപാട് കാര്യങ്ങളുണ്ട്. മാർക്കറ്റിംഗ്, ബിസിനസ്, അല്ലെങ്കിൽ സെയിൽസ്, അല്ലെങ്കിൽ എഡിറ്റിംഗ് പരിപാടികളെല്ലാം, സ്കിൽസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് സോഫ്റ്റ് സ്കിൽസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം എയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പോൾ റീപ്ലേസ് ആവുന്നുണ്ട്. ഇപ്പോൾ പണ്ട് കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെ കോണ്ടന്റ് റൈറ്റർ എന്ന് പറഞ്ഞ ഒരാൾ, ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരെ ഉണ്ട്, മോഡൽസ് വരെ ഉണ്ട്, അശ്വതി വെച്ച് മോഡൽസ് വരെ ഉണ്ട്, ആകാശിൻ്റെയൊക്കെ കണ്ടന്റ്സിൽ ഉള്ള പോലെ. അപ്പം നമുക്ക് നമ്മുടെ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മളിരുന്ന് കണ്ടന്റ് പോലും പറയണ്ട, റീപ്ലേസബിളാണ്. അപ്പം ലൂക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഏതൊരു ഫീൽഡിലാണെങ്കിലും യു ഷുഡ് നോട്ട് ബി റീപ്ലേസബിൾ എന്ന്. അപ്പം അവിടെയാണ് റീപ്ലേസ് ചെയ്യുമോ ഹ്യൂമൻസിനെ എന്ന് ചോദിച്ചു കഴിയുന്നതിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം അതാണ്. ഇപ്പം നമ്മളെ റീപ്ലേസബിൾ അല്ലെങ്കിൽ ഒരിക്കലും ഒരു എക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമ്മൾ റീപ്ലേസബിൾ ആണ്. മനുഷ്യരെക്കാളും നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന, ഇപ്പം ഞാൻ ഇടയ്ക്ക് പറയും നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ എംപ്ലോയി ChatGPT ആണ്. കാരണം എന്തെളുപ്പം ChatGPT കാണണം, നമുക്ക് എത്ര കാര്യങ്ങൾ എന്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം ഒരു എന്തും ആയിക്കോട്ടെ, ഒരു സാധനം പ്രിപ്പയർ ചെയ്യാനോ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കാനാണല്ലോ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും ഇത്രയേ ഉള്ളൂ. കാരണം ടൈപ്പ് പോലും ചെയ്യണ്ട, വോയിസിൽ പറഞ്ഞു കൊടുത്താൽ മതി, ഇതാണ് വേണ്ടത്, ഔട്ട് കിട്ടും. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് മിനിറ്റ്സ്. അപ്പം ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരു എഡിറ്റർ എത്ര നേരം ഇരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള AI ടൂൾസ് ഉണ്ട്. ഇപ്പം captions.ai അത് മാത്രം യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം, അതിൽ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാം, ക്യാപ്ഷൻസ് ആഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, എല്ലാം എഡിറ്റഡായിട്ട് സാധനം കിട്ടും. ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു 1-2 മിനിറ്റ് എടുക്കുന്ന കാര്യമാണ്. ഇതിനാണ് വീഡിയോ എഡിറ്റേഴ്സ് പണ്ട് മണിക്കൂറുകൾ എടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ക്യാപ് കട്ട് ഉണ്ട്. അപ്പം എന്തായാലും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ സ്റ്റുഡൻസിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം അവരൊരു ബിസിനസ് ചെയ്യുമ്പോഴാണെങ്കിലും അവരുടെ സമയം പോകരുത്. ഈസി ആയിട്ടുള്ള ഹാക്സ് ഉണ്ട്, ഈസി ആയിട്ടുള്ള AI ടൂൾസ് ഉണ്ട്. അതാണ് നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. അപ്പം ഓരോ കാര്യത്തിനും, കണ്ടന്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, സ്ക്രിപ്റ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പം വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് AI ടൂൾസ് ഉണ്ട് അവരുടെ സമയം. കാരണം ബേസിക്കലി AI കൊണ്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് സമയം ലാഭിക്കുക എന്നുള്ളതാണ്. പിന്നെ AI ഡീറ്റെയിൽഡ് കോഴ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈഡ്, കോഡിംഗ് സൈഡ്, ഇതിലെയാണ് മെയിനായിട്ട് വരാൻ പോകുന്ന കാര്യം. പക്ഷേ ഇപ്പം ഉള്ളതിൽ ബിസിനസ്സിനെ ആക്സിലറേറ്റ് ചെയ്യുക AI യൂസ് ചെയ്ത് എന്നുള്ളതാണ്. കാരണം AI യൂസ് ചെയ്യുന്ന ഒരാളും AI യൂസ് ചെയ്യാത്ത ഒരാളും നമ്മൾ സിമ്പിളായിട്ടുള്ള വ്യത്യാസം പറഞ്ഞുതരാം. ഒരാൾക്ക് ഒരു കാര്യം ചെയ്തെടുക്കാൻ AI യൂസ് ചെയ്യാത്ത ഒരാൾക്ക് ഒരാഴ്ച വേണമെങ്കിൽ AI യൂസ് ചെയ്യുന്ന ഒരാൾക്ക് 1 മണിക്കൂർ മതി. അപ്പം ടൈം ഈസ് മണി. ഇപ്പോൾ AI യൂസ് ചെയ്യുന്ന ആൾ മുന്നിൽ പോകും, ബാക്കിയുള്ളവൻ ബാക്കേ വരും. അതുകൊണ്ടാണ് മാൻഡേറ്ററി ആയിട്ട് AI കോഴ്സ് നമ്മളിവിടെ ഇറക്കിയത്, പ്രൊവൈഡ് ചെയ്തത്. കാരണം ആൾക്കാർക്ക് അറിയണം എന്താണ് ലോകത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ടൈമിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്.
ഏറ്റവും ടൈം എഫക്റ്റീവായിട്ടും കോസ്റ്റ് എഫക്റ്റീവായിട്ടും കാര്യങ്ങൾ ചെയ്യാനും പറ്റണം. ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പലരും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. സോ ഹാപ്പി അബൌട്ട് നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഇപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് ഓൺ ബോർഡ് കയറിയിട്ടുമുണ്ട്. സോ ദാറ്റ്സ് ഓൾസോ എ ഗുഡ് തിങ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ പറയാൻ. അപ്പം ഇനി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കേൾക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അത് ട്രേഡിംഗ് റിലേറ്റഡ് ആയിക്കോട്ടെ, ബിസിനസ് റിലേറ്റഡ് ആയിക്കോട്ടെ. ഇന്ന് കുറേ ഓഫ് ടോപ്പിക്കും കുറേ കാര്യങ്ങൾ പറയേണ്ടി വന്നു. പക്ഷേ നിങ്ങൾ പറയുന്ന ടോപ്പിക്കുകളെ പറ്റി മാത്രം നമ്മൾ ഓരോരോ ഡെഡിക്കേറ്റഡ് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ എന്ത് ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിലും ലെറ്റ് us know in the comments. കൂടുതൽ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ ആൻഡ് ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഓക്കെ.